ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 2025-26 അധ്യയന വർഷത്തെ 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയതാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചോദ്യങ്ങൾ ഓരോന്നും നോക്കാമല്ലോ. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ പറയുന്നത് ലിസൺ ടു ദ ടീച്ചർ ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. ആ സമയത്ത്, പരീക്ഷാ സമയത്ത് ടീച്ചർ നിർദ്ദേശം തരും. അതായത് ആ പിക്ചർ, ഒരു സ്റ്റോറി പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് ടീച്ചർ പറയും. അപ്പോൾ കുട്ടികൾ അതിനനുസരിച്ച് വരച്ച് ചേർക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാലിൽ ടീച്ചർ ചിലപ്പോൾ പറയും ഒരു കുട്ടിയെ വരച്ച് ചേർക്കാൻ. അപ്പോൾ കുഞ്ഞുമക്കൾ അവർക്കറിയുന്നത് പോലെ വരച്ച് ചേർക്കുകയാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇനി അടുത്ത ആക്ടിവിറ്റി 2 നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ മോഡൽ, അതായത് മെത്തേഡ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2 നോക്കാമല്ലോ. ആക്ടിവിറ്റി 2 റീഡ് ആൻഡ് അറേഞ്ച്. ഇവിടെ വായിച്ചിട്ട് അത് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. റീഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്, പിക്ചറാണ് റീഡ് ചെയ്യേണ്ടത്. ഇവിടെ ഓരോ പിക്ചറും നോക്കി അതിൻ്റെ ആദ്യ ഭാഗം ഏതാ, ആദ്യം നടക്കുന്ന ഇൻസിഡൻറ്റ് ഏതാ, അങ്ങനെ ഓരോന്നും 1 by 1 ആയി ചെയ്ത് അവസാനം ഏതാ എന്നൊക്കെയാണ് അറേഞ്ച് ചെയ്യുന്നത്. നമ്പറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ സംഭവത്തിന് 1 എന്നിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നിനും നമ്പർ ഇട്ട് അറേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരോട് ചോദിക്കാം ഏതൊക്കെയാണ് വരുമെന്ന്, അവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ആക്ടിവിറ്റി 3 ഒന്ന് നോക്കാം. അതിൽ തന്നെ അടുത്തതായി പറയുന്നത് റീഡ് ദ സെൻറ്റൻസസ് ആൻഡ് അറേഞ്ച് ദം കറക്റ്റ്ലി ആസ് ഇൻ ദ സ്റ്റോറി ബൈ ഗിവൺ നമ്പേഴ്സ് ഫ്രം 1 to 5. 1 ഈസ് ഡൺ ഫോർ യു അല്ലേ. ഇവിടെ എന്താണ് അതിന് നമ്മൾ അനുയോജ്യമായ നമ്പർ ചേർക്കുക വേണ്ടത്. എന്താ, നമ്മൾ ആ പിക്ചർ നോക്കിയല്ലേ 1, 2, 3 അങ്ങനെയുള്ള ആ നമ്പേഴ്സ് അനുയോജ്യമായത് ചേർക്കുക വേണ്ടത്. ഇവിടെ മൂന്നാമത്തേതാണ് 1 എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തേതാണ് ഒന്നാമത്തെ ഇൻസിഡൻറ്റ്. അതായത് ഒന്നാമത്തെ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്, ആൻഡ് ഒരു ഷെൽട്ടർ അല്ലേ. ആ ഒരു കൂണ് ഷെൽട്ടറായി കണ്ടെത്തി എന്നാണ് നമ്മൾ ആ പിക്ചറിൽ കണ്ടത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് ഏത് വരിയിലാണ് വരുന്നത് അതാണ് നമ്മൾ നമ്പർ ഇട്ട് കൊടുത്തത് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോന്നും നിങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഈ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് അത് വായിച്ച് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അവർ അതിനനുസരിച്ച് നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അതിന് ആക്ടിവിറ്റി 3 നോക്കാമല്ലോ. കോൺവെർസേഷനാണ് പറയുന്നത്. ഇവിടെ സംഭാഷണം എഴുതാനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കിയാലോ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ റാബിറ്റ് ആൻഡ് ദ മങ്കി അല്ലേ. ഇവിടെ മങ്കിയും റാബിറ്റും ഉണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് പൂർത്തിയാക്കാൻ വേണ്ടി പറയുന്നത്. ആകെ 2 വരി മാത്രമേ കൂട്ടുകാർ പൂർത്തിയാക്കേണ്ടൂ, ബാക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തതൊന്ന് വായിച്ച് നോക്കാമല്ലോ. റാബിറ്റ് പറയാം, ഹലോ മങ്കി, ഡിഡ് യു ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ. അപ്പോൾ എന്താ ചോദിച്ചാൽ, ഹലോ മങ്കി, നീ മഴയത്ത് നനഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ മങ്കി എന്ത് പറയും, യെസ് പറയും അല്ലേ, നനഞ്ഞു എന്ന് പറയും. നമ്മൾ കാണുന്നുണ്ട് മങ്കി നനഞ്ഞ ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ റാബിറ്റ് വീണ്ടും ചോദിക്കുന്നുണ്ട്, ലുക്ക് അറ്റ് മീ, ഐ ആം നോട്ട് വെറ്റ് അല്ലേ. നീ എന്നെ നോക്കൂ, മഴ പെയ്തിട്ടും എനിക്ക് നനവൊന്നും തട്ടിയിട്ടില്ല അല്ലേ, ഞാൻ നനഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ മങ്കി എന്ത് പറഞ്ഞു, ഓ ബട്ട് ഹൗ, ഓ അതെയോ, അതെങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ റാബിറ്റ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് നിങ്ങളത് ഊഹിച്ച് എഴുതാൻ വേണ്ടി പറയുക. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും റാബിറ്റ് നനയാതിരുന്നിട്ടുണ്ടാവുക എന്ന് പറയുക. അതൊരു ഷെൽട്ടർ കണ്ടെത്തിയിരുന്നു അല്ലേ. അപ്പോൾ ആ ഷെൽട്ടർ കണ്ടെത്തിയ കാര്യം ജസ്റ്റ് ഒരു സിമ്പിൾ സെൻറ്റൻസിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ആക്ടിവിറ്റി 4 ഡിസ്ക്രിപ്ഷൻ. ഇവിടെ ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് എഴുതേണ്ടത്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു എലിഫൻറ്റും ഫാമിലിയുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ എഴുതേണ്ടത്. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ദ എലിഫൻറ്റ് ഫാമിലി മേക്ക് ഫോർ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലേ. എലിഫൻറ്റിൻ്റെ ഫാമിലി അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള ശീലങ്ങളൊക്കെ തിരഞ്ഞെടുത്തു. അതിനുശേഷം ഇവരുടെ ഫാമിലിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ പിക്ചർ നോക്കിയിട്ട് നമുക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം അല്ലേ. അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ചെയ്യണമെന്നില്ല, അതവിടെ കൊടുത്തിട്ടുണ്ട്. എലിഫൻറ്റ് ഫാമിലി ചേഞ്ച്ഡ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ് കോക്കനട്ട് ആൻഡ് ഷുഗർ കെയിൻ അല്ലേ. ഷുഗർ കെയിനും കോക്കനറ്റും ആക്കി മാറ്റിയ ആ എലിഫൻറ്റ് ഫാമിലി അവരുടെ ഫുഡ്
ഇനി രണ്ടാമത്തെ പിക്ചറിൽ എന്താ കൊടുത്തിട്ടുള്ളത്? രണ്ടാമത്തെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് അവർ ജ്യൂസ് കഴിക്കുന്നത് അല്ലേ. ഒരു ഇഷ്ടമില്ലാത്ത പോലെയുണ്ട് അവരുടെ മുഖങ്ങളൊക്കെ. അപ്പോൾ പാവയ്ക്ക ജ്യൂസ് അങ്ങനെ എന്തൊക്കെ ജ്യൂസാണെന്നല്ലേ. അപ്പോൾ ജ്യൂസ് ഹെൽത്തി ആകാൻ വേണ്ടി അവർ ജ്യൂസ് കഴിക്കുന്നു എന്ന് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇനി മൂന്നാമത്തെ പിക്ചറിൽ അവർ എന്താണ് എക്സസൈസ് ചെയ്യുന്നല്ലേ. എല്ലാവരും മെലിയാൻ വേണ്ടി ഓരോ തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പിക്ചറിനും അനുയോജ്യമായത് എഴുതി ചേർക്കുക. ഓക്കെ. അടുത്ത ആക്ടിവിറ്റി 5 ആഡ് മോർ ലൈൻസ് അല്ലേ. എന്താണ് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അവിടെ ഒരു കുറച്ച് റൈംസ് കൊടുത്തിട്ടുണ്ട്, വരികൾ കൊടുത്തിട്ടുണ്ട്. ഇനി ആ വരികൾ വായിച്ചിട്ട് അതിന് അനുയോജ്യമായത് നമ്മൾ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ കൊടുത്തത് ഒരു കേക്കിൻ്റെ പിക്ചറാണ്, അത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കൊടുത്ത വരികൾ നോക്കാം. ഹിയർ ഈസ് എ കേക്ക്, ലുക്സ് സോ കളർഫുൾ, ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് ഓൾ, ഹൂ വാണ്ട് ദ കേക്ക്. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആ വരികൾ മനസ്സിലായി, അതിൻ്റെ റിതം മനസ്സിലായതിന് ശേഷം നമ്മൾ അടുത്ത വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച്. എന്താണ് ഹിയർ ഈസ് എ കേക്ക് അല്ലേ, റിപ്പീറ്റ് ചെയ്യുന്ന ആ വരി തന്നെയാണ് എഴുതേണ്ടത്. പിന്നെ ലുക്സ് സോ കളർഫുൾ അതും സെയിം തന്നെ. പിന്നെ ഫ്ലവേഴ്സ് ഓൺ ഇറ്റ് അല്ലേ, ഫ്ലവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് ആ കേക്ക് നോക്കിയിട്ട് ഫ്ലവേഴ്സിന് പകരം എന്ത് എഴുതാം, ഫ്രൂട്ട്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ചെറീസ് എന്ന് എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം അല്ലേ. പിന്നെ അടുത്ത വരിയും സെയിം ആണ്. എന്താണ് ഹൂ വാണ്ട്സ് ദ കേക്ക് അല്ലേ, അടുത്ത വരി ആർക്കാ കേക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ എഴുതാം. ഇത് എളുപ്പമാണ്. ആകെ ഒരു വരി മാത്രമേ മാറ്റം വരൂ. അത് ഫ്ലവേഴ്സിന് പകരം ഏതാണ് വേണമെങ്കിൽ സ്റ്റാർസ് എഴുതാം, അല്ലെങ്കിൽ ലീവ്സ് എഴുതാം, അല്ലെങ്കിൽ എന്താണ് സ്ട്രോബെറീസ് എഴുതാം, എന്ത് വേണമെങ്കിൽ എഴുതാം, അല്ലെ എന്താണ് ക്രീംസ് എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം അല്ലേ. അത് കൂട്ടുകാരുടെ ലോജിക്കിനനുസരിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ കൊടുത്തത് എല്ലാത്തിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി ഏകദേശം ഇതേ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ അടുത്ത് ഹൈപ്പ് എന്നൊരു ബട്ടൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അതും കൂടാണ്ട് സബ്സ്ക്രൈബും ചെയ്യുക, കൂടാതെ ലൈക്കും ചെയ്യുക. താങ്ക് യു.